രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്തോട്ടിറങ്ങാൻ. നല്ല പണികളൊക്കെ ഉണ്ടേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കടലയും അതുപോലെ തന്നെ പുട്ടുമാണ് കേട്ടോ. ദേ പറഞ്ഞ നേരം കൊണ്ട് പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ പുട്ടുപൊടിയും പിന്നെ ചെമ്പാ പുട്ടും അതുപോലെ റാഗിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പുട്ട്. എന്തായാലും അതൊക്കെ അങ്ങോട്ട് കഴിച്ച് നേരെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തക്കാളി ചെടിയിലേ ഈ തക്കാളിയൊക്കെ ഉണ്ടായിരിക്കണു. പിന്നെ ഇലകളിലൊക്കെ ഉള്ള വരയും ചിത്രപ്പണികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്കിതുവരെ അങ്ങ് മനസ്സിലായിട്ടില്ല. പിന്നെ എൻ്റെ കൈ തട്ടി 1-2 പൂക്കളൊക്കെ നിലത്ത് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു തക്കാളി ഉണ്ടായി കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഈ ചെടികൾക്കിടയിലൂടെ തനിയേ തൈകളൊക്കെ ഒന്ന് മുളച്ചത് ഇതുപോലെ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ. ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടുത്തൊരു പോട്ടിലുണ്ടായിരിക്കുന്ന തക്കാളിക്ക് ചെറിയൊരു വാട്ടം ഉണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് വലിയ നോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെയാണ് ഇതെൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പം തന്നെ ഞാൻ കുറച്ച് മണ്ണും പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പൂക്കൾ എത്ര ദിവസമായിരുന്നോ ഇങ്ങനെ ഉണ്ടായി നിൽക്കണു. കുറേ നാളതിങ്ങനെ നിൽക്കൂട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കുറേ ബോൾസും ചെടികളുടെ ഒക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു റോസാപ്പൂ വിരിഞ്ഞിക്കണുണ്ടോ. ഇപ്രാവശ്യം 3 റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ റോസാ ചെടിയുടെ ചട്ടിയിലും എന്തോ ഒന്ന് വളർന്ന് ഇതേ മേലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കണമല്ലോ. ഇനി അതുപോലെ വളർന്ന് സെറ്റായി കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്തോ വെള്ളരിക്കയോ കുമ്പളങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കുള്ളൂ. നമ്മുടെ പണ്ടത്തെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടുവരുന്നവർക്ക് അറിയാം. കുറേ തക്കാളികളൊക്കെ നട്ട് നമ്മൾ അങ്ങനെ പറിച്ചെടുക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ തക്കാളി ചെടികളൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ. ഇതൊക്കെ തനിയെ അതിനകത്ത് മുളച്ച് തനിയെ ഇങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പം തൈകൾ കണ്ടാലൊന്നും ഞാനങ്ങനെ മാറ്റി കളയാറോ അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം മാറ്റി നട്ടതുമില്ല. നമുക്ക് നോക്കാം എന്തായാലും. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഫ്ലിപ്കാർട്ട് റോസ് അതേ വള്ളി പോലെ അങ്ങ് പോകുന്നുണ്ട്. എവിടെ വരെ പോകുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അതും നോക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോഴാട്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഒരു ഇല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിലും പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ള കളറിലുള്ള കുഞ്ഞു പൂക്കളൊക്കെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഇന്ന് നേരെ കിച്ചണിലോട്ട് കുറച്ച് ചെടികൾ നടാനും കുറച്ചധികം ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തീർത്ത് നേരെ കിച്ചണിൽ വന്നപ്പോൾ എനിക്കൊരു അവിയൽ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പപ്പടമൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈയും നെല്ലിക്കാച്ചാറും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് അങ്ങോട്ട് ചോറും കൂടി അങ്ങ് കണ്ടു കേട്ടോ. അപ്പം ഇത്രയുള്ള നാളെ കാണാം. ബൈ.